കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. പാട്ട് കേൾക്കുക. എവിടെ പോണു? സിദ്ധു ലച്ചോട് അവളത് ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്റെ അടുത്ത് കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. ഞാനും ഇതുവരെ വലുതായിട്ടൊന്നും സംസാരിച്ചില്ല. ചിലപ്പോ സംസാരിച്ച ഞാനും ലച്ചും തമ്മിൽ ചെറിയ വഴക്കാവും. സിദ്ധുവിനെ മീൻ കറി വെച്ചിട്ടുണ്ട്, ഇനി പൊരിക്കണോ? വേണ്ട മമ്മ, അത് തന്നെ മതി. എന്നാ പിന്നെ നമുക്ക് കഴിച്ചാലോ? കഴിക്കാല്ലേ? കഴിക്കാം. എവിടെ പോയി ഭാര്യ? പുറത്തേക്ക് ഇറങ്ങി പോയി. അങ്ങനെ ഇങ്ങനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അവള് പോകത്തില്ല. നമ്മൾ വല്ലതും പറയുന്നുണ്ടോന്നറിയാൻ ഇവിടൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇനി അവളൊന്നും കേട്ടില്ലെങ്കിലും എന്റെ അടുത്ത് തന്നെ ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും അവളെ പറ്റി പറഞ്ഞോന്ന്. அப்பாசாமி நான் வாயே திறக்க மாட்டேன். நான் வாயை திறந்தா அப்படியே வந்து நிப்பாவா. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ കൂട്ടം കൂടി നിന്ന് സംസാരിക്കാതെ എല്ലാവരും ഒറ്റ തിരിഞ്ഞ് അവരവരെ കാര്യമൊക്കെ നോക്കാം. അതാകുമ്പോ വലിയ പ്രശ്നമില്ലല്ലോ. എന്റെ അമ്മായി, നമ്മൾ നമ്മുടെ കാര്യം നോക്കി മാറി നിന്ന് കഴിഞ്ഞാലും ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്ന ടീമാണ് ലച്ചു. എന്തോന്ന് ആക്രമണം? അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ ഒരൊറ്റ ഒരെണ്ണം കൊടുക്കണം. അമ്മ പിന്നല്ലാതെ என்னம்மா இது? அடிக்கிறதெல்லாம் ரொம்ப தப்பு. திட்டி விட்டா போதும். വിട്ടാ മതി. എന്നാ നമുക്ക് പോയി ചോറ് വിളമ്പാം. എന്താ ലച്ചു മോളെ ഇങ്ങനെ നോക്കണേ? നീ ആരുടെ ധൈര്യത്തിലേക്കാണ് ഞെളിയണത്? ഞാനേ ആരുടെയും ധൈര്യത്തിലല്ല ഇവിടെ കിടന്ന് ഞെളിയുന്നത്. ഞാൻ എന്തും നേരിടുന്നത് ഒറ്റയ്ക്കാ. ഓഹോ, അപ്പൊ നീയാണല്ലേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ? അതെ, ഞാനും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാ. എന്തേ? അടുക്കളയിലും പിന്നാമ്പുറത്ത് എന്നെ പറ്റി എന്തായിരുന്നു സംസാരം? ഇനി നിന്നെ പറ്റി സംസാരിക്കുക നീ ആരുവാ? ഒന്ന് പോയാടി അവിടുന്ന്. അപ്പൊ നിങ്ങൾ എന്നെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. നിന്നെ പറ്റി ഇവിടെ എന്തോരം സംസാരിക്കാനാ? ശരിയാ, എന്നെ പറ്റി എന്ത് സംസാരിക്കാനാ? എന്ത് സംസാരിക്കാൻ? അയ്യേ, കഷ്ടം. അതെ, ഭയങ്കര കഷ്ടാ. കഷ്ടമാ. അതെ 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 അതെ. എവിടെ പോയി ഭാര്യ? പുറത്തേക്ക് ഇറങ്ങി പോയി. അങ്ങനെ ഇങ്ങനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അവള് പോകത്തില്ല. നമ്മൾ വല്ലതും പറയുന്നുണ്ടോന്നറിയാൻ ഇവിടൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇനി അവളൊന്നും കേട്ടില്ലെങ്കിലും എന്റെ അടുത്ത് തന്നെ ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും അവളെ പറ്റി പറഞ്ഞോന്ന്. அப்பாசாமி நான் வாயே திறக்க மாட்டேன். நான் வாயை திறந்தா அப்படியே வந்து நிப்பாவா. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ കൂട്ടം കൂടി നിന്ന് സംസാരിക്കാതെ എല്ലാവരും ഒറ്റ തിരിഞ്ഞ് അവരവരെ കാര്യമൊക്കെ നോക്കാം. അതാകുമ്പോ വലിയ പ്രശ്നമില്ലല്ലോ. ഇത് അവര് തമ്മിൽ സംസാരിച്ചതല്ലേ? അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ സംസാരിക്കുന്നത് കൊണ്ട് അമ്മ പിന്നല്ലാതെ. എന്റെ അമ്മൂമ്മ ഇതേപോലൊരു അനുഭവം കുഴിപ്പണത്തുണ്ടായിട്ടുണ്ട്. അമ്മ ഏതാണ്ട് പറഞ്ഞിട്ട് ഇവള് മുറി കയറി ഡോർ അടച്ചു. എന്നിട്ട് അവിടെ കിടന്ന് വിഷയം എന്ന് പറഞ്ഞ മുട്ട വിഷയം. ഞാൻ അവിടെ കൈയും കാലും പിടിച്ചിട്ട് അവിടെ പിടിച്ചു നിർത്തി. അവൾ ഇങ്ങോട്ട് പറഞ്ഞ വാശി പിടിച്ചെന്നേ. ചില സമയത്ത് സഹിക്കാനേ പറ്റത്തില്ല. ലച്ചു, സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നീ ഒരു തേങ്ങ പറയരുത്. നിനക്ക് നാണുണ്ടോടാ? ഉണ്ട്, നല്ല നാണമുണ്ട്. എനിക്കിട്ടല്ല, സത്യം പറയാൻ തന്നെ നാണക്കേടാണ്. അവര് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ എന്റെ 2-3 കാര്യങ്ങൾ പറഞ്ഞു പോയതാ. ആരെങ്കിലും സ്വന്തം ഭാര്യനെ കുറ്റം പറയുമ്പോ നീ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് വേണ്ടി സംസാരിക്കാൻ നീ എന്താ ചെയ്തേ? നീ അവരുടെ കൂടെ ചേർന്ന് ഭാര്യനെ കുറ്റം പറയുന്നു. എന്റെ പൊന്നു ലച്ചു, നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്താ സംസാരിച്ചേ. പക്ഷെ പറഞ്ഞു വന്നപ്പോ ചെറുതായിട്ട് കുറ്റം പോലെ ആയിപ്പോയാ. കുറ്റമല്ല, ഞാൻ കേട്ടത് പറഞ്ഞത് മൊത്തം. എന്താ എന്റെ അമ്മ ഇവിടെ ഓരോന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ചുമ്മാ വഴക്കുണ്ടാക്കുവാന്ന്. കൂടെ തന്നെ നിങ്ങൾ
അടുക്കളയില ഇന്ന് നോക്കിക്കോ, എല്ലാത്തിനും തരാം. നീ ഇവിടെ തന്നെ പോയിരുന്നു. അമ്മ ഈ പണി പാളി. നമ്മളറിയാതെ അവള് ഫോണിൽ എന്തൊക്കെയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിന്റെ എല്ലാ വോയിസ് ക്ലിപ്പ് അതിനകത്തുണ്ട്. എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. എന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ടോ? അമ്മയുടെ വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടില്ല, പക്ഷെ കാണും. കാണൂല. ഞാൻ അധികം ഒന്നും പറഞ്ഞില്ലല്ലോ. ചേട്ടനെ മുങ്ങിയെന്നാ തോന്നണേ. കണ്ടുപിടിച്ചോളാം. ഇന്ന് എല്ലാത്തിനും കിട്ടും, നോക്കിക്കോ.